ഇസ്രായേല്യരുടെ 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ ദൈവം അവർക്ക് മുടങ്ങാതെ നൽകിയ ഭക്ഷണമാണ് മന്ന. അത് ആദ്യമായി കണ്ടപ്പോൾ എബ്രായ ഭാഷയിൽ മന്ന നാഹ് ഇതെന്ത് എന്നവർ ചോദിച്ചു. അങ്ങനെ മന്ന എന്ന് അതിന് പേരായി. 20ലധികം പ്രാവശ്യം ബൈബിളിൽ മന്നയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതും ആയിരുന്നു. പുറപ്പാട് പുസ്തകം 16:31. ക്രിസ്തുവാണ് മന്നയുടെ ആത്മീയ പൊരുൾ. മന്നയുടെ സവിശേഷതകൾ തിരുവെഴുത്തുകളിലുടനീളം പറഞ്ഞിരിക്കുന്നത് നാം ഒന്ന് നോക്കിയാൽ അതിൻ്റെ സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാമത് അത് മധുരമുള്ളത് ആയിരുന്നു. മന്ന കൊണ്ട് അപ്പം ഉണ്ടാക്കിയപ്പോൾ തേൻ ചേർത്ത ദോശ പോലെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. യേശു പറഞ്ഞു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 6:32-33 വചനങ്ങൾ. യേശു വീണ്ടും പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. യേശുവാണ് മന്ന, മധുരമുള്ള മന്ന. യേശുവും അവിടുത്തെ വചനങ്ങളും തേനിനേക്കാളും മധുരമുള്ളതാണ്. യേശുവാകുന്ന മന്ന ഭക്ഷിച്ച് വളർന്നാൽ കൈപ്പേറിയ ജീവിതം മധുരമുള്ളതായി തീരും. മന്നായുടെ മറ്റൊരു സ്വഭാവമാണ് അത് ഗുണകരമായത്. ദൈവം പൊഴിച്ചു കൊടുത്ത മന്ന 40 വർഷം ഭക്ഷിച്ചപ്പോൾ ഇസ്രായേല്യർക്ക് ഒരു ദോഷവും സംഭവിച്ചില്ല. മറിച്ച് ഒരുപാട് ഗുണങ്ങൾ അവർക്ക് ഉണ്ടായി. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല എന്ന് ആവർത്തനം 8:4 നാം വായിക്കുന്നു. ക്രിസ്തുവിനെ അനുഭവിച്ച് നിത്യം വളരുമ്പോൾ നാം ഉയർച്ച തന്നെ പ്രാപിക്കും. മന്നായുടെ മറ്റൊരു പ്രത്യേകതയാണ് അത് സൗജന്യമായി ലഭിക്കുന്നതാണ്. ദൈവം മന്ന സൗജന്യമായി നൽകി. യേശുവാകുന്ന ജീവനുള്ള അപ്പം സർവ്വലോകത്തിന് നൽകപ്പെട്ട ഒരു മഹാസന്തോഷമാണ്. ഇത് ലഭിക്കുവാൻ വില കൊടുക്കേണ്ടതില്ല. വിശ്വാസത്താൽ കടന്നു വന്നാൽ ഇത് സൗജന്യമായി ലഭിക്കും. മന്നായുടെ മറ്റൊരു പ്രത്യേകത അത് സമീപത്ത് നൽകപ്പെടുന്നതാണ്. ഇസ്രായേൽ മക്കൾക്ക് മന്ന തേടി എവിടെയും പോകേണ്ടി വന്നില്ല. പ്രഭാതകാലത്ത് പാളയത്തിന് ചുറ്റും മഞ്ഞു വീണുകിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞുപോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. പുറപ്പാട് പുസ്തകം 16:13-14 വചനങ്ങൾ. മന്ന പാളയത്തിന്റെ ചുറ്റിലും മരുഭൂമിയിൽ എല്ലായിടവും വീണു കിടന്നു. ക്രിസ്തുവാകുന്ന മന്ന നമുക്ക് സമീപസ്ഥനാണ്. ക്രിസ്തുവാകുന്ന മന്ന നമുക്ക് ചുറ്റും വേലി കെട്ടി നമ്മെ സംരക്ഷിക്കുന്നു. ഇന്ന് ലോകം മുഴുവനും ഈ മന്ന വിതയ്ക്കപ്പെടുന്നു. ആർക്ക് വേണമെങ്കിലും പെറുക്കിയെടുക്കുവാൻ തക്കവണ്ണം വചനം സമീപേ ഉണ്ട്. യേശു പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. മന്നായുടെ മറ്റൊരു പ്രത്യേകത പൊടിച്ച് തീയിലിട്ട് ചുട്ട് അത് അപ്പമാക്കേണം. യേശു ലോകത്തിലെ സകല പാപങ്ങളും വഹിച്ച് തീയിൽ കൂടി കടന്നുപോയി കഷ്ടതയേറ്റ് ക്രൂശിൽ തകർക്കപ്പെട്ട് ജീവന്റെ അപ്പമായി. നാം കഷ്ടമേറ്റ യേശുവിൻ്റെ മക്കൾ ആകുന്നു. അതിനാൽ യേശുവിനോടുകൂടെ സകലത്തിനും നാമും അവകാശികളാണ്. മക്കളെങ്കിലോ അവകാശികൾ. യേശുവിന് ഈ ലോകം നൽകിയത് കഷ്ടങ്ങളാണ്. നാം ക്രിസ്തുവിൻ്റെ മക്കളാണെങ്കിൽ കഷ്ടങ്ങളിൽ കൂടിയും തീയിൽ കൂടിയും
കടക്കേണ്ടി വരും. അങ്ങനെ നാം ജീവനുള്ളവരായി മാറും. ഈ മന്ന നാം സ്വയം കഴിക്കേണ്ടതാണ്. മന്നായുടെ മറ്റൊരു പ്രത്യേകത, അത് ദൈവ സാന്നിധ്യത്തിൽ സൂക്ഷിക്കേണ്ടുന്നതാണ്. അഹരോനോട് മോശ ഒരു പാത്രമെടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മന്ന ഇട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുൻപാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷ്യസന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു. പുറപ്പാട് പുസ്തകം 16:33-34 വചനങ്ങൾ. ക്രിസ്തുവാകുന്ന മന്ന ഭക്ഷിച്ചാൽ മാത്രം പോരാ, നാം എന്നും ദൈവ തേജസ്സിൽ വസിക്കണം. യേശുവാകുന്ന മന്ന ഒരു അതിശയമാണ്. ആ മന്ന മടുത്തു പോകാതെ ഭക്ഷിക്കേണ്ടതാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്രയിൽ തളരാതെയും കാൽ വീങ്ങാതെയും വസ്ത്രം ജീർണിക്കാതെയും ഇരുന്നതിൻ്റെ രഹസ്യം അവർ നിത്യം ഭക്ഷിച്ച മന്നയാണ്. ദൈവത്തിൻ്റെ വചനം എന്നും ഭക്ഷിച്ച് ശക്തിയോടെ വളരണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ വചനം എൻ്റെ സമീപെ ജീവിച്ചിരിക്കുന്നു. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു എന്ന് 119 സങ്കീർത്തനം 50 വാക്യവും 92 വാക്യത്തിലും നാം വായിക്കുന്നു. ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ ഭക്ഷിച്ച് അനുദിനം ശക്തിയോടെ നാം വളരണം. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും എന്ന് വെളിപ്പാട് പുസ്തകം 2:17 നാം വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.